എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കരിയാത്തമ്പാറ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. കോഴിക്കോടിന്റെ ഗവി എന്ന് വിളിപ്പേരുള്ളൊരു സ്ഥലമാണ്. ആരും സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ടും കാണണം. അടിപൊളി സ്ഥലമാണ്, അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ഞങ്ങൾ തലയാട് നിന്നാണ് യാത്ര ആരംഭിച്ചത്. പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ പലതരം കൃഷികളും കാണാൻ വേണ്ടി പറ്റി. പൈനാപ്പിൾ കൃഷി, കപ്പ കൃഷിയൊക്കെ അതിൽ ഞങ്ങൾ കണ്ടു. പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴ പെയ്തു. ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി നോക്കിയപ്പോൾ നല്ല വ്യൂസാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയത്. ഇപ്പോൾ റോഡൊക്കെ വീതി കൂട്ടിയിട്ട് അതിമനോഹരമാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ റോഡ് ഇപ്പോൾ കുറച്ചൊക്കെ മോശം ആണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് യാത്ര ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡിന്റെ വീതി കൂട്ടാത്ത സ്ഥലത്തേക്കാണ് പിന്നീട് നമ്മൾ എത്തുന്നത്. ഇത് ഇങ്ങനെയായിരുന്നു പണ്ട് റോഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ കരിയാത്തമ്പാറയിൽ എത്തിയിരിക്കുകയാണ്. എത്തിയപ്പോഴും മഴക്കൊരു കുറവുമില്ല. കുറച്ചു നേരം ഞങ്ങൾ അടുത്ത് കണ്ട കടയിലൊക്കെ കയറി നിന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നു. കടയിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. പക്ഷെ മഴ തീരെ കുറയില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചൊന്ന് ശമനം വന്ന് നേരത്തെ ഞങ്ങൾ പതുക്കെ കരിയാത്തമ്പാറയിലേക്ക് പതുക്കെ ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങളെ കൂടാതെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് പോയത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ആളുകളൊക്കെ നമുക്ക് കാണാം. ഞാനിതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു ഊട്ടിയിലൊക്കെ എത്തിയപ്പോഴുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്താരോ വെച്ചതുപോലെയാണ് നമുക്ക് തോന്നാം. ഇത് ഇവിടെ ആദ്യമേ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മൾ അറിയാൻ കുറച്ചൊന്നുമില്ല, നേരം വൈകുന്നുള്ളൂ. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഇത് വൈറലാക്കി മാറ്റിയതിന് ശേഷമാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയത്. ആ നേരെ കാണുന്ന വെള്ളം തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വെള്ളമല്ല, ഒരു നദിയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. തീരെ ആഴം കുറഞ്ഞ ഉരുളൻ കല്ലുകളുള്ള ഒരു നദിയാണ്. അതിലിറങ്ങി കുളിക്കാൻ കുട്ടികളൊക്കെ അതിലിറങ്ങി കുളിക്കാനാണ് കാര്യമായിട്ട് അവിടെ വരുന്നത് തന്നെ. ശരിക്കും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നത്. അതിന് പറ്റിയ സ്ഥലമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. ഇവിടെ വന്നവർ വീണ്ടും വീണ്ടും വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ തന്നെ എത്രയോ വട്ടമായി ഇവിടെ വരുന്നു. അതുപോലെ തീരെ വരാത്ത ആളുകൾ ഒരു തവണയെങ്കിലും ഇവിടെ വരണം. ഇവിടെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാകുള്ളൂ. അതുകൂടാതെ നിരവധി ആളുകൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്. അതിനൊക്കെ പറ്റിയ സ്ഥലമാണിത്. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ പോരാം കേട്ടോ. അതേപോലെ തന്നെ ചുറ്റിലും മലനിരകൾ കൊണ്ടാണ് ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുക. ഈ പ്രകൃതിയുടെ നടുവിൽ, ഇവിടെയുള്ള ആൾക്കൂട്ടത്തിന് നടുവിൽ ഇങ്ങനെ വന്നു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഒരു അനുഭവമാണ്. നിങ്ങളും കുറച്ചു നേരം ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വലിയൊരു കുന്നാണ് ഇതിനടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള മരങ്ങളാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. മൊത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വലിയ വലിയ പാറകളുമുണ്ട് ഇവിടെ. പാറേൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അങ്ങേ തലക്കൽ കണ്ടില്ല, മലയുടെ മുകളിൽ കൂടെ കോടയാണ് നമ്മൾ കാണുന്നത്. നല്ല വ്യക്തമായിട്ട് ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ എങ്ങും കോട ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും കോട ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ കുറച്ചുകൂടി നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ചുകൂടി ആഴമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗമാണ് തിരഞ്ഞെടുക്കുന്നത്.
അങ്ങനെ ഈ മനോഹരമായ കാഴ്ച അധിക നേരം കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. മഴ വരുന്നുണ്ട്. എല്ലാവരും ഓടി പുറത്തോട്ട് പോവുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ആകെയുള്ള ബുദ്ധിമുട്ട്, ഇതിനകത്ത് കയറി നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. കുറേ പേർ കുടയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ പുച്ഛത്തോടുകൂടി നോക്കുന്നുമുണ്ട്. നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ പേര് കോട്ട്, നമ്മുടെ ഇതിന് പരിസരത്ത് തന്നെ കോട്ടുകളൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ കോട്ട് മേടിച്ച് കോട്ട് ഇട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ പുലി പോലെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഓടി രക്ഷപ്പെടില്ലാതെ വേറെ മാർഗമില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ മഴ നനയും. അങ്ങനെ എല്ലാവരും പുറത്തോട്ടേക്കാണ് ഓടുന്നത്. ഇത്രയും പേര് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നിട്ടും പുറത്തേക്ക് വന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനകത്ത് തന്നെയുണ്ട്, വെള്ളത്തിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ കരിയാത്തമ്പാറ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.